ദൈവം എന്നൊരാളുണ്ടല്ലോ, ദൈവത്തിന് മാത്രമേ എന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ലേഡി ഒറ്റയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടോ? ഹസ്ബൻഡ് മരിച്ചു പോയി കഴിയുമ്പോഴത്തേന് ആ ലേഡിയെ എങ്ങനെ ചവിട്ടി അമർത്താം എന്ന് കുറച്ച് പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാ വർഷവും അഡ്മിഷൻ ടൈം ആകുമ്പം ഞാൻ ഉൾപ്പെടെ കാസർഗോഡ് വരെയുള്ള എല്ലാ കോളേജുകളും ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമാകാറുണ്ടല്ലേ? നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് പാരാമെഡിക്കൽ രംഗത്ത് കഴിഞ്ഞ 26 വർഷമായിട്ട് നിരവധി സംഭാവനകൾ നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയാണ് ജിജി ജോസഫ്. കുറേ പ്രത്യേകതകളുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തക കൂടിയായിട്ടാണ് അദ്ദേഹത്തെ ജനം അറിയുന്നത്. നമുക്ക് ഹൃദയത്തിൽ തൊട്ട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ സ്ഥാപനം ഒരു വലിയ ഉയർച്ചയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം നമ്മുടെ ഈ രംഗത്ത് തന്നെ വലിയ നേട്ടങ്ങൾ നൽകിക്കൊണ്ട്, വലിയ ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം? 26 വർഷമാവുന്നു. തുടക്കത്തിൽ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഒരുവിധം നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഇപ്പോൾ പുള്ളിക്കാരൻ മരിച്ചിട്ട് 11 വർഷമാകുന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം അങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണ്. ഞാൻ ഒരുപാട് പിടിച്ചു നിന്ന്, ഈ സമൂഹത്തിൽ വളരെയധികം പിടിച്ചു നിന്നാണ് ഇവിടം വരെ ഞാൻ എത്തിയത്. എൻ്റെ മക്കളെ 2 പേരെ ഒരു ഡോക്ടേഴ്സ് ആക്കാൻ വേണ്ടി വളരെയധികം ഞാൻ കഷ്ടപ്പെട്ടു. അവരെ ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസം കൊടുത്തു അവരെ എത്തിച്ചു. ഇപ്പം എൻ്റെ സ്ഥാപനത്തിന് ഫുൾ സപ്പോർട്ടായിട്ടിരിക്കുന്നത് ഡോക്ടർ ജ്യോതിഷാണ്. ഇപ്പോഴത്തെ അപ്ഡേഷനൊക്കെ കൂടുതൽ പിള്ളേർക്കാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ഡോക്ടർ ജ്യോതിഷിൻ്റെ അഭിപ്രായങ്ങൾ കൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കോഴ്സുകളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മെയിനായിട്ട് നഴ്സിംഗ് ഉണ്ട്, ലാബിൻ്റെ കോഴ്സുണ്ട്, എക്സ്റേയുടെ കോഴ്സുണ്ട്, ഡയാലിസിസ് കോഴ്സുണ്ട്, കാർഡിയാക്ക് കോഴ്സുണ്ട്, LB സ്കിൽ കോഴ്സുണ്ട്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ കോഴ്സുണ്ട്, NGOയുടെ കോഴ്സുണ്ട്. അങ്ങനെ 3-4 തരത്തിലുള്ള കോഴ്സുകളാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഴ്സിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബാംഗ്ലൂർ ബേസിക്കലി ചെയ്ത് 26 വർഷമായിട്ട് GNM കോഴ്സാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ കോളേജുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പിള്ളേർക്ക് ട്യൂഷൻ കൊടുത്തിട്ട് എക്സാമിന് നമ്മൾ ബാംഗ്ലൂർ കൊണ്ടുപോയാണ് അത് ചെയ്യുന്നത്. അത് 26 വർഷമായിട്ട് പുള്ളിക്കാരൻ ഉണ്ടായിരുന്ന സമയം തൊട്ടേ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മെയിനായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, ബാംഗ്ലൂരൊക്കെ പോയി പല പിള്ളേർക്കും അവിടെ പോയി വിദ്യാഭ്യാസം ചെയ്യുമ്പോഴത്തേന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം പല പേരൻസിനും അതൊരു വിഷമം പിടിച്ച കാര്യങ്ങളായതുകൊണ്ട് അവരുടെ തന്നെ റിസ്ക്കാണ് ഇതിലേറ്റവും മുൻപന്തിയിൽ. അത് എൻ്റേതായ ഒരു റിസ്ക് അല്ല. അതെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നു, എക്സാമിന് ക്ലിയറായിട്ട് പോകുന്നു. മിക്കല്ല പോകുന്ന പിള്ളേരെല്ലാം 3 ഇയർ കൊണ്ട് പഠിച്ച് പാസ്സാകുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സുകൾ ഇപ്പോൾ എല്ലാവരും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ സാധാരണ ചോദിക്കാറുണ്ടല്ലോ, ഞങ്ങൾക്കിത് PSC എഴുതാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ്? അപ്പോൾ നമ്മളിപ്പോൾ കേരള PSC എഴുതാൻ പറ്റുന്ന കോഴ്സുകളാണോ നമ്മൾ ചെയ്യുന്നതൊക്കെ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള PSCയുടെ കോഴ്സ് എന്ന് പറയുമ്പം കേരള ഗവൺമെൻറ് കൊടുക്കുന്ന കോഴ്സുകളാണ്. അതിന് പിള്ളേർക്ക് ഇത്ര % മാർക്ക് വേണം. അത്ര % മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് LBS UGAS പോലുള്ള നമ്മുടെ കേരള ഗവൺമെൻറ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാനായിട്ട്. ഇത് നമ്മുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ്. അപ്പം ചിലപ്പം SLC പാസ്സായവരുണ്ടാവാം, +2 പാസ്സായവരുണ്ടാവാം, +2 തോറ്റവരും ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള കോഴ്സുകളാണ് നമ്മളവിടെ ചെയ്തു കൊടുക്കുന്നത്. ആ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ക്ലിനിക്കൽ, പ്രൈവറ്റ് സെക്ഷൻ, വിദേശ രാജ്യങ്ങൾ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ അഡ്മിഷൻ സമയമൊക്കെ ആകുമ്പോൾ പല സ്ഥാപനങ്ങളും പറയാറുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയാൽ ഇന്ന പ്ലസ് ഉണ്ട്, ഇന്നതാണ്, ഞങ്ങൾ ഇന്നടത്ത് ഇന്നത് ചെയ്യും, ഇന്നടത്ത് പ്ലേസ്മെൻറ്റ് കൊടുക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ മാതാ കോളേജിലും ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് പഠിച്ച് ഇറങ്ങിയ കുറേ അധികം കുട്ടികളുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവരെവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എവിടെയൊക്കെ നിങ്ങൾ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്?
ഞങ്ങളുടെ 2 ബ്രാഞ്ചുകളിൽ നിന്നും 100 പിള്ളേരാണ് ഞങ്ങൾക്ക് ഒരു വർഷം പഠിച്ചിറങ്ങുന്നത്. അപ്പം പല ഹോസ്പിറ്റലിൽ നമ്മുടെ കേരളത്തിലാകട്ടെ, അന്യ സംസ്ഥാനങ്ങളിലാകട്ടെ, വിദേശ രാജ്യങ്ങളിലാകട്ടെ, ഇവരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ ലോക മെഡിസിറ്റി, നെയ്യാർ മെഡിസിറ്റി, അനന്തപുരം, SK ഹോസ്പിറ്റൽ, ഇവിടെ എല്ലാം പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പല പല ക്ലിനിക്ക്, DDRs പോലുള്ള വലിയ വലിയ ക്ലിനിക്കുകളിൽ പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ DDRC എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം എല്ലായിടത്തും വ്യാപകമായിട്ടിരിക്കുകയാണ്. മാറുകോല്, നമ്മുടെ ട്രിവാൻഡ്രം ഒക്കെ, അവിടെ എല്ലാം നമ്മുടെ പിള്ളേർ നല്ല സാലറിയോടെ അവിടെ എല്ലാം വർക്ക് ചെയ്യുകയാണ്. മാതാ കോളേജിനെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചിറക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ഇന്റേൺഷിപ്പ് കൊടുക്കുകയും വീണ്ടും അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ പിന്നെ 26 വർഷം മുന്നോട്ട് പോകുമോ? ഒരിക്കലില്ലല്ലോ. ഒരു പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ ശത്രുക്കളും കൂടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 26 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ വർഷമല്ല. അപ്പോൾ ഇത്രയും ദൂരം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും തിക്തമായിട്ടുള്ള അനുഭവങ്ങളും ഇതിനിടയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? നമുക്കങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഒരു ലേഡി ഒറ്റയ്ക്ക് പൊരുതി നേടിയ ഒരു സ്ഥാപനമാണ് മാതാ കോളേജ്. കാരണം ഹസ്ബൻഡ് മരിച്ചു പോയി കഴിയുമ്പോഴത്തേന് ആ ലേഡിയെ എങ്ങനെ ചവിട്ടി അമർത്താം എന്ന് കുറച്ച് പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ അനുഭവത്തിലൂടെയാണ്, എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ അനുഭവത്തിലൂടെ എന്താ പറയുന്നത്, യുദ്ധം ചെയ്താണ് ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു താരമാണ്. അതെ, വളരെയധികം യുദ്ധം ചെയ്താണ് ഞാൻ ഇവിടം വരെ ഇപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ഇനിയും കുറച്ചുകൂടെ നല്ല പൊസിഷനുകളിൽ ഞങ്ങൾ എത്തുമ്പം ഇതിൽ കൂടുതൽ ശത്രുക്കളുണ്ടാവാം. അതൊക്കെ ഞാൻ ഇപ്പം എനിക്ക് നിസ്സാരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ശത്രുക്കളൊക്കെ ഇപ്പം ഞാൻ വലിയ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ദൈവം എന്നൊരാളുണ്ടല്ലോ, ദൈവത്തിന് മാത്രമേ എന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വിശ്വാസം, ഒരു വലിയ വിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സും കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ കോളേജിൻ്റെ വരുമാനത്തിൽ നിന്നാണ് പല ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആകത്തുകയായിട്ട് മെഡിക്കോ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയും സാധാരണ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്ത് ചെയ്യാം, എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ അച്ഛനിപ്പോൾ മരിച്ചിട്ട് 1.5 വർഷം കഴിയുന്നു. അപ്പം ഞാൻ എന്ത് ചോദിച്ചാലും എന്നെ സഹായിക്കുന്ന വലിയൊരു വ്യക്തി തന്നെയായിരുന്നു എൻ്റെ ഫാദർ. അപ്പം ആ ഒരു സഹായമാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചതെന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റും. എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന എൻ്റെ വരുമാനത്തിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛൻ എന്നെ സഹായിക്കുമായിരുന്നു. ഇപ്പം അച്ഛനും പോയി. ഇപ്പം സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നിന്നുകൊണ്ടാണ് ഈ ചാരിറ്റി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബകാര്യങ്ങൾ ഞാൻ നോക്കുന്നത്. ഒക്കെ മോളെ തന്നെ ആയാലും ഒക്കെ ആ കാര്യങ്ങളൊക്കെ ആയാലും മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. മകളുടെ വിവാഹം ഈ അടുത്ത സമയത്താണ് കഴിഞ്ഞത്. അപ്പോൾ ആ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ ഒരു കുട്ടിക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നൊരു ടാസ്കിലൂടെയാണ്. അതെ, കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മകൾ മറ്റൊരു കുടുംബത്തിൽ പോകുമ്പോൾ അവൾ നന്നായിരിക്കുന്നതോടൊപ്പം മറ്റൊരു കുട്ടിയും അല്ലെങ്കിൽ നന്നായിരിക്കണം എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും ഡിസ്കഷനിനിടയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു കൂടെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ, അത് നേരിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അധികമായി ചോദിക്കാത്തത്. എങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകൾ, മക്കളുടെ സപ്പോർട്ട്, കാര്യം ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ മക്കളുടെ സപ്പോർട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ടുണ്ട്. മകളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഓണത്തിനാണ്. ഇപ്പം ഈ ഓണം ആകുമ്പോൾ 1 വർഷം ആകുന്നു. അപ്പം അതൊരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു മകളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു അമ്മയുടെയും വലിയൊരു സ്വപ്നമല്ലായിരുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കി, ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് നടത്തി. അതെ. അപ്പോൾ എൻ്റെ പ്രസ്ഥാനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നടത്തിയതുപോലെ എൻ്റെ മകളുടെ മാരേജും ഞാൻ അവിടെ ഒറ്റയ്ക്ക്. എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അച്ഛനില്ല, അമ്മയില്ല, ഹസ്ബൻഡില്ല. പിന്നെ മകനോ ഒരു വലിയ വരുമാനം അവൻ്റെ ഭാഗത്തു നിന്നില്ല. ഇപ്പം കോളേജിനോട് ചേർന്ന് നിന്നാണ് അവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകൻ സ്ഥലത്തല്ലായിരുന്നു അപ്പോഴും. ഇന്റേൺഷിപ്പിന് വേണ്ടി അവൻ പുറത്തായിരുന്നു ഈ സമയം. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഓടി നടന്ന് ഇതെല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. അവളുടെ ഒരു മാരേജ് നടത്തി.
ഞങ്ങൾക്ക് വളരെയധികം അറിയാമെന്നുള്ളൊരു കുടുംബക്കാരാണ്. പക്ഷേ നല്ലൊരു വ്യക്തി തന്നെയാണ് മോളെ മാരേജ് ചെയ്തിരിക്കുന്നതും. 3 മക്കളിപ്പം മരുമകനെയും കൂട്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് 3 മക്കളാണ്. എന്തായാലും 3 പേരുടെ സപ്പോർട്ട്, കൃത്യമായിട്ടുള്ള സപ്പോർട്ട് എനിക്കുണ്ട്. കാരണം ഞാനൊന്ന് ചെയ്യുമ്പം ഈ 3 പേരോട് ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ അമ്മ ഇങ്ങനെ ഇന്ന് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അങ്ങനെ ചോദിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മകളുടെ മാരേജ് സമയത്ത് ആ വീട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ മെഡിക്കൽ ഫെസ്റ്റിൻ്റെ സമയത്ത് ഞങ്ങളുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായി ഹോസ്പിറ്റൽ വേണം, അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി, പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ഹോസ്പിറ്റൽ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അവിടുത്തെ സൗകര്യങ്ങളെ കൂടെ ഒന്ന് പറയാമോ? ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞ്, അതായത് എൻ്റെ മകൻ MBBSലോട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരാഗ്രഹം വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുവന്നത്. ഹെലൻസ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും വലിയൊരു സൗകര്യമാണ് വീണ്ടും ഒരുക്കുന്നത്. ഡിജിറ്റൽ എക്സ്റേ, ഇതാ വന്നു ഒന്നും അറിയില്ലേ, ഉടനെ ആ ഡിജിറ്റൽ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റും ഇനിയിപ്പോൾ ഉടനെ വരികയാണ്. ഒരു കൂടിപ്പോയാൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അതിനുള്ളിൽ അത് വരും. പിന്നെ ലബോറട്ടറിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ അവിടെ ചെയ്യാൻ പറ്റാത്ത ചില ടെസ്റ്റുകൾ ഞങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യുമായിരുന്നു. അപ്പം അതിനും ഉപരിയായി ആ വലിയൊരു മിഷനും ഇപ്പം നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രെയിനിങ് സമയം കഴിഞ്ഞ് 6 മാസം പിള്ളേരുടെ ട്രെയിനിങ് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഇൻ്റേൺഷിപ്പിന് വിടുകയാണ്. ഇപ്പോൾ ലോഗോ മെഡിസിറ്റി, പിന്നെ അനന്തപുരം, ഇങ്ങനെയുള്ള തിരുവനന്തപുരത്തുള്ള മിക്ക ഹോസ്പിറ്റലുകളുമായിട്ട് നമുക്ക് MOU എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ പിന്നെ എന്താ പറയുന്നത് ഇൻ്റേൺഷിപ്പിന് വിടുന്നത് തന്നെ. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു ക്ലാസ്സും പ്രാക്ടിക്കലും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ, അതായത് ഒരു സേവന മനോഭാവ പ്രസ്ഥാനം എന്നുള്ള ഒരു രീതിയിലും ചെയ്യുന്ന സേവനങ്ങളുടെ പേരിലും അത്തരത്തിലുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ഇപ്പോൾ തേടിയെത്തിയിട്ടുണ്ട്. അത് ഗവർണറിൽ നിന്ന് തന്നെ വാങ്ങാനുള്ളൊരു ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിലൊക്കെ ഉപരി ഒരുപാട് ചുമതലകളിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിശദീകരിക്കാം. ശരിയാണ്, അവാർഡുകൾ എന്നെ തേടി വരുന്നുണ്ട്. എനിക്കതൊരു സന്തോഷമായിട്ട് തോന്നാറുണ്ട്. അല്ലാതെ ഇതുവരെ എനിക്കൊരു അഹങ്കാരമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിന് അത് നന്ദി പറഞ്ഞിട്ടാണ് ഓരോ ദിവസങ്ങളായാലും ഞാൻ കടന്നു പോകുന്നത്. അതൊരു വലിയ സന്തോഷമാണ്. നാട് ഇവിടെ ആകട്ടെ, അപ്പുറത്തെ സ്ഥലം, എല്ലാവരും എന്നെ ചേർത്ത് നിർത്തുകയാണ്. ഒരു പ്രോഗ്രാം വന്നാൽ എന്നെ വിളിക്കാറുണ്ട്, അവരുടെ ഇനാഗുറേഷന് ക്ഷണിക്കാറുണ്ട്. പിന്നെ ഇപ്പം തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിന്നും എനിക്കിപ്പം ഈ ഇടയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അവാർഡുകൾ ഇപ്പം എനിക്ക് കിട്ടാനിടയായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനം വിട്ടിട്ട് മറ്റ് പ്രസ്ഥാനങ്ങളിൽ ചുമതലകൾ? അതെ, ഞാൻ മാതാ കോളേജിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പം നോക്കുന്നത്. മദർ തെരേസ ഫൗണ്ടേഷൻ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അതാണ് ഞാൻ ഈ ചാരിറ്റിയുടെ കാര്യങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തത് പ്രൈവറ്റ് പാരാമെഡിക്കൽ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അപ്പം നമ്മൾക്ക് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മുടെ നമ്മുടെ പ്രൈവറ്റ് പാരാമെഡിക്കൽ അസോസിയേഷനിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ചല്ല വലിയൊരു കാര്യങ്ങൾ തന്നെയാണ് അതിലും ചെയ്യുന്നത്. 34 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് വലിയ കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു പ്രസ്ഥാനവും ഞാൻ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ എന്താ പറയുക, അല്ല, ഇനി ഏറ്റവും കൂടുതൽ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മൾ ഈ ലയൺസ് ക്ലബ്ബ്, വനിതകളുടെ ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രതിനിധിയായി ഇപ്പോൾ ചുമതലയിലേക്ക് വന്നു കഴിഞ്ഞു, അതോ വരുന്നു എന്നാണ് അറിഞ്ഞത്? യെസ്, അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻ്റർനാഷണൽ രജിസ്ട്രേഷനാണ് കഴിഞ്ഞത്. എന്തായാലും അതൊരു സന്തോഷമായിട്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എൻ്റെ കുട്ടികൾക്കായാലും എൻ്റെ പ്രസ്ഥാനത്തിനായാലും എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളായിട്ട് നാട്ടുകാരായിക്കട്ടെ, കാരണം ഒരുവിധമൊക്കെ നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലൊക്കെ നമുക്കൊരു പിന്നെ ഫ്രീ ആയിട്ടിരിക്കും, വേണമല്ലോ. അപ്പം അതൊരു വലിയ കാര്യം. അത് ഇന്റർനാഷണൽ ലെവലിൽ
പോകുന്നത് പറയുമ്പോഴത്തേന് വളരെ സന്തോഷമാണ്. അപ്പം ഡോക്ടർ ആൽബിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആൽബിൻ സാറിനോട് വളരെ ബിഗ് സല്യൂട്ടാണ് ഞാൻ അടിക്കുന്നത്. കാരണം ഭയങ്കരമായിട്ടൊരു എന്നെ ഈ രംഗത്ത് ആ ഒരു ഇതിലും കൂടി എന്നെ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ആൾറെഡി മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു മനോവിചാരമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ലയൺസ് ക്ലബ്ബും ഒരുപാട് പേരെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ഒരു ഈ യാത്രയിൽ രണ്ടും കൂടെ നമുക്ക് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെ, പേരും അങ്ങനെ തന്നെയാണ്. ലയൺസ് ക്ലബിന്റെ പേരും മദർ തെരേസ അറ്റ് കാട്ടാക്കട എന്നാണ്. ലയൺസ് ക്ലബ് തന്നെയാണ് ആ പേരും അതിലായിട്ട് രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നമ്മൾ കൂടെ എപ്പോഴും ഉള്ളത്. കുട്ടികൾക്ക് 100 നാവാണ് മേഡത്തിനെ കുറിച്ച് അല്ലേ. അപ്പോൾ അവരുടെ എല്ലാ പരിപാടികളും നമ്മളിപ്പോൾ കോളേജിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഫ്രണ്ടിൽ നിൽക്കുന്നത് കുട്ടികളാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നത്? എൻ്റെ അടുത്ത് പല പിള്ളേർ ചോദിച്ചിട്ടുണ്ട്, മാഡം ഞങ്ങൾ പല കോളേജിൽ പോയിട്ടാണ് അവിടെ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അവിടെ ഒന്നും കിട്ടാത്ത ഒരു ഹാപ്പിനെസ് മാഡത്തിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടുന്നു. സത്യം ഞങ്ങൾ തൊഴുവാണ് മാഡത്തിൻ്റെ അടുത്ത്. കാരണം അവരോടൊപ്പം ആടിയും പാടിയും ഞാൻ അവരോടൊപ്പം ചെലവഴിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ മാറി നിൽക്കുന്നില്ല. ഞാനൊരു ഹെഡ് ആണെന്ന് ഓർത്ത് ഞാൻ ഒരിക്കലും മാറി നിൽക്കാറില്ല. ഞാൻ അവരോടൊപ്പമാണ്. അവരുടെ പാട്ട്, ഡാൻസ് അല്ലെങ്കിൽ എല്ലാം അവരോട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ അവിടുത്തെ ഒരു സ്ഥാപനത്തിന്റെ മേധാവി എന്ന നിലയിലുള്ള ഒരു സ്ട്രിക്റ്റ് ഉണ്ട് ആൾറെഡി. എന്നാൽ നമ്മൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി അവരെ കൂടെ നിൽക്കുകയും ചെയ്തു. അത് ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്. ഒരു പ്രോഗ്രാം വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് പെരുമാറി. എന്നാൽ മാത്രമല്ല അവർക്ക് ഒരു സന്തോഷം കിട്ടാനോ അതിൽ ഞാൻ ഒരു മസിൽ പിടിച്ചിരുന്നാലും അവർക്ക് അതിന് ഒരു വിഷമല്ലേ. അപ്പൊ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഞാൻ അവർക്ക് ഉണ്ടാകും. പല വീഡിയോകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. കുട്ടികളോട് ഡാൻസ് ചെയ്യുന്ന ഒരു ആളെ നമുക്ക് അവരുടെ ഒരു അതിശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പലരും എന്നോട് അത് ചോദിക്കാറുണ്ട്, സ്വകാര്യമായിട്ടും ചോദിക്കാറുണ്ട്, ഫോൺ വിളിച്ചും ചോദിക്കാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാന്ന്. അതെന്തോ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം വേണമല്ലോ. അത് തന്നെയാണ് എനിക്ക് എൻ്റെ കോളേജിലെ സ്റ്റുഡൻസ് വളരെ ഇമ്പോർട്ടൻസ്. എൻ്റെ 3 മക്കളെ പോലെ എനിക്ക് ഇമ്പോർട്ടൻസ് ആണ് എൻ്റെ കോളേജിലെ സ്റ്റുഡൻസ് എല്ലാവരും. അപ്പോൾ അവരെല്ലാം ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ടീച്ചേഴ്സും എനിക്ക് തോന്നുന്നു ഒരു വൈബ് ടീച്ചേഴ്സാണ്. അവരും ഈ പറയുന്ന പോലെ ഒന്നിനും പുറകിലല്ല. എല്ലാത്തിനും അവരും ഈ ആട്ടവും പാട്ടും ഡാൻസും മാത്രമല്ല ഈ അപ്ഡേഷൻസ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇത് ഞങ്ങളുടെ കോളേജിൽ നിന്നാണെന്നൊരു സ്വാഭാവികമായും ചില കോളേജസൊന്നും അങ്ങനെ ടീച്ചേഴ്സൊന്നും ഫ്രണ്ടിലോട്ട് വന്നിട്ട് സ്ഥാപനത്തിന് പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ അത്തരത്തിൽ നോക്കുമ്പോഴാണെങ്കിൽ കൂടി അവരും വളരെ ത്രിൽഡാണ്. എങ്ങനെയാണ് അധ്യാപകരുമായിട്ടുള്ള ഒരു കണക്ഷൻ? അത് വലിയൊരു സന്തോഷമാണ് കേട്ടോ. എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് അവരെല്ലാം. പറഞ്ഞ മനസ്സിലായി. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാകുമ്പോൾ എങ്ങനെയാ അത്രയും ഹാപ്പിനെസ് ഉണ്ടാവില്ല അവരോടൊപ്പം. അത് ഒരിക്കലും എനിക്ക് ഇന്ന ആളാണ് വലുത്, ഇന്ന ആളാണ് ചെറുതാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭാഗില് ഗായത്രി, പ്രിയ, ഇവര് 3 ആളും എന്നോടൊപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുന്നവരാണ്. പക്ഷെ ഐശ്വര്യയെ കുറിച്ച് പറയുവാണെങ്കിൽ 10-18 വർഷമായിട്ട് ഐശ്വര്യ എന്നോടൊപ്പം ഉണ്ട്. എന്നാലും പക്ഷെ ഇവര് 3 ആളുമാണ് ഇപ്പൊ നമ്മുടെ. കാരണം നമുക്ക് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമായിക്കോട്ടെ, NGOയുടെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് അഡ്വൈസ് കൊടുത്തതിന് ശേഷം അവരാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അപ്പം എല്ലാവരും പറയും, മാഡം ഞങ്ങൾക്ക് ഇങ്ങനെ ഫുൾ സപ്പോർട്ട്. ഞാൻ എവിടെ പോയാലും ഇപ്പൊ ഒരു കല്യാണം വിളിച്ചാൽ പോലും അവര് സെപ്പറേറ്റ് പോകണ്ട, ഞാൻ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ കൂടെ കയറിക്കോ എൻ്റെ വണ്ടിയിൽ. അങ്ങനെയാണ് ഞാൻ അവരെയും ഒക്കെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നത്. എല്ലാവരും സന്തോഷമാണ്, എല്ലാവരും ഹാപ്പിനെസ് ആണ്. ആരെയും ഞാൻ വലുതേത് ചെറുതേതെന്നും അവരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. തമ്പാനൂർ കോളേജുണ്ട്, അവിടെയും പിന്നെ ഇതുപോലെ അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ ഉണ്ടല്ലോ. അവരും ഇതുപോലെ തന്നെ അവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. കാരണം ഡോക്ടർ ജ്യോതിഷാണ് അവിടെ അവിടുത്തെ ചാർജിങ് നോക്കുന്നത്. ഡോക്ടർ ജ്യോതിഷാണ്. എന്നാൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടുത്തെ സ്റ്റാഫുകളും എൻ്റെ സ്റ്റാഫുകൾ തന്നെയാണ്. ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോൾ കുറേ സ്റ്റാഫുകൾ പോയിട്ടുണ്ട്, ജോലി കിട്ടി പോയവരുണ്ട്, ഫാമിലി ഇഷ്യൂസ് ആയി പോയവരുണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം പോയവരുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പേരിൽ സ്ഥാപനത്തിൻ്റെ പേരിലോ ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അവരുടേതായ കാര്യങ്ങൾക്കകം ആണ് അവർ പോയിട്ടുള്ളത്. എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ മാതാ കോളേജ് ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇപ്പം പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണത്?
ഇപ്പോഴ് മാതാ കോളേജിന് NGOയുടെ കോഴ്സുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ UGCയുടെ കോഴ്സുണ്ട്, LBC സ്കില്ലിൻ്റെ കോഴ്സുണ്ട്. അപ്പം അടുത്ത് 2 വലിയ കാര്യങ്ങൾ ഉടനെ വരെയാണ്. അത് സർപ്രൈസാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരുങ്ങുവാണെങ്കിൽ ഞാൻ അതിൽ പറയാം. അങ്ങനെ ഇപ്പം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയോ കേട്ടു നിങ്ങൾ ഗവൺമെൻറ് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊരു പക്ഷേ കോക്കസ് ആയിരിക്കും. അങ്ങനെ അത്തരത്തിലുള്ള പിന്നെ ആളുകൾക്കിടയിലേക്ക് ഒരു പ്രചരണം ഇറക്കി വിടുന്നതായിരിക്കാം. അതെ, മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോഴല്ല, എല്ലാ വർഷവും അഡ്മിഷൻ ടൈം ആകുമ്പം ഞാൻ uൾപ്പെടെ കാസർഗോഡ് വരെയുള്ള എല്ലാ കോളേജുകളും ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമാകുന്നുണ്ട്. കാരണം ഈ പ്രൈവറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് അതിനൊരു ഗവൺമെന്റായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഈ നമ്മുടെ UGC എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കോഴ്സാണ്, കേരള ഗവൺമെന്റിന്റെ കോഴ്സല്ല. ഇതെന്താ മനുഷ്യൻ മനസ്സിലാക്കാത്തത്? പിന്നെ NGO എന്ന് പറയുന്നത് പിന്നെ പ്രൈവറ്റ് സെക്ഷനിലുള്ള ഡിപ്ലോമ കോഴ്സുകളാണത്. അതും നമ്മൾ വ്യക്തമായിട്ട് ഇത് സ്റ്റുഡൻസിനെയും പേരൻസിനെയും മനസ്സിലാക്കി കൊടുത്തു തന്നെയാണ് അവരെ പഠിപ്പിച്ചിറക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പറയുന്ന വളർച്ചയുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ മുളച്ചു വരുന്നുണ്ട്. അപ്പോൾ അവർക്കും ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു തരത്തിലുള്ള കിംവദന്തികൾ ഇറക്കി വിടുന്നതെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം പിന്നെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രത്യേകത എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനും ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഒരിക്കലും ജിജി ജോസഫ് ആകാൻ മറ്റൊരാൾക്കും കഴിയില്ല. അതെ, എങ്ങനെ കഴിയും? പറ്റുമോ? ഒരിക്കലും ജിജി ജോസഫ് ആകാനോ മാതാ കോളേജ് ആകാനോ മറ്റുള്ളവർക്ക് പറ്റില്ല. അവരെ കണ്ടുപഠിക്കാനും എനിക്ക് സാധിക്കില്ല. ഞാൻ ആരെയും അനുകരിച്ചില്ല ഇത്രയും നാൾ ഇവിടെ. നമ്മൾ സ്വന്തം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ വഴിവെട്ടിയാണ് ഇവിടം വരെ എത്തിയത്. അതെ, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായി തന്നെയാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ ഇപ്പോഴും 3-4 വർഷം കൊണ്ട് കുറച്ച് പിള്ളേർ കൂടുതലുണ്ട്. കോഴ്സുകളുടെ എണ്ണം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും പിള്ളേരും കൂടെ എണ്ണം അവിടെ കൂടുതൽ വരുന്നത്. നമ്മൾക്കിപ്പോൾ കുറേ വർഷമായിട്ട് തന്നെ ഒരു ബിൽഡിംഗ് തന്നെയാണ് നമ്മൾ തുടരുന്നത്. അതെ. അപ്പോൾ പുതിയൊരു സ്ഥാപനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിംഗിലേക്ക് മാറുന്നതിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ലേ? ഇതേ തുടങ്ങി കഴിഞ്ഞു അതിന്റെ. അത് ശരി. അപ്പൊ എന്തൊക്കെയാണ് പുതിയ ബിൽഡിംഗ് വരുമ്പോ മനസ്സിലുള്ള പ്ലാൻ? അതൊക്കെ സ്വകാര്യതയാണ്. അതൊന്നും പബ്ലിക്കാക്കാൻ ഇപ്പം പറ്റത്തില്ല. എന്തായാലും എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് എത്തിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഉടനെ ഒന്നും പറ്റില്ലല്ലോ, തുടങ്ങി. എന്തായാലും വരും വർഷങ്ങളിൽ മാതാ കോളേജിനൊരു സ്വന്തം ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ മാതാ കോളേജിൻ്റെ ഇപ്പോൾ അഡ്മിഷൻ സമയമാണ്. അതിൻ്റെ അപ്ഡേഷൻ നേരത്തെ സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ആളുകൾക്ക് കയറി നോക്കാം, പേരൻസിനൊക്കെ നോക്കാം, സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻ ഉണ്ടോ നമുക്കിപ്പോൾ? ഇൻസ്റ്റ, FB ഇതിലൊക്കെ അപ്ഡേഷൻ ദിവസവും ഉണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർ ആരെയും കോളേജ് നേരിട്ട് വരണമോ, കോൺടാക്ട് ചെയ്യണമോ? ആരെയാണ് ഇതിൻ്റെ മീറ്റിംഗ്? ഇതിന് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം, ഡോക്ടർ ജ്യോതിഷിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഓഫീസിന് ഡയറക്റ്റ് ലൈൻ ഫോൺ നമ്പറുണ്ട്, നമ്മുടെ സ്റ്റാഫുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പാളിനെ, അഡ്മിനിസ്ട്രേറ്റീവോ, ഗിൽനെയോ, ഗായത്രിയോ, കുമാരി, കവിതയോ ഒക്കെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സ്റ്റാഫുകൾ അവർ തന്നെ ബാക്കി ക്ലിയർ ചെയ്തോളൂ. എല്ലാ ദിവസവും ഇൻസ്റ്റയും FBയിലും ഒക്കെ നമ്മുടെ അപ്ഡേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ്റെ ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് വരെ ഉണ്ട്. ഇപ്പം നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ വന്നത്, അതൊന്ന്. രണ്ടാമത് LBCൻ്റെ അഡ്മിഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതും കൂടെയൊക്കെ കഴിഞ്ഞാലേ അതിലും മാർക്കൊന്നും അഡ്മിഷനൊന്നും കിട്ടാത്ത പിള്ളേരുണ്ടാവുമല്ലോ. അവർക്ക് എന്തായാലും ഒരു ജോലി വേണമല്ലോ. അപ്പം ആ പിള്ളേരാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതിനോട് തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ ലയൺസ് ക്ലബ്ബ് അതിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലേക്ക് വരുന്നു എന്ന് നേരത്തെ നമ്മൾ വർത്തമാനം പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മുടെ നമ്മൾ തമ്മിലുള്ള വർത്തമാനം കാട്ടാക്കടയും പരിസര പ്രദേശത്തൊക്കെ ഉള്ള ആളുകളും കൂടെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ ലയൺസ് ക്ലബിൻ്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അതെ. അപ്പം അതിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പരൊന്നും മെൻഷൻ ചെയ്തില്ല. ഞാൻ ഏത് സമയം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, കോളേജിൻ്റെ കാര്യങ്ങളുണ്ട്, ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളുണ്ട്, പിന്നെ ചാരിറ്റി കാര്യങ്ങളുണ്ട്. പല ഇനാഗുറേഷൻ പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്നില്ല. എന്നാൽ പോലും മാതാ കോളേജിൽ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് നടത്താം. പിന്നെ അവർക്ക് ഒരു വലിയ മീറ്റിംഗ് ഉടനെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു വലിയ മീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിലൂടെയാണ് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ എന്തായാലും ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് തന്നെ വലിയൊരു പോസിറ്റീവാണ്. കാരണം എപ്പോഴും ആ സ്ഥാപനത്തിൽ വരുമ്പോൾ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ട് എപ്പോഴും എല്ലാവരുമായിട്ടും, അതായത് ഇപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നിരന്തരം വരുന്നുണ്ടല്ലോ അവിടെ. അപ്പോൾ എല്ലാവരെയും എപ്പോഴും തിരക്കാണ്. പലപ്പോഴും നമ്മളും വെയിറ്റ് ചെയ്തൊക്കെ കണ്ട് ആണ് പോകുന്നത്. എങ്കിലും ഈ ഒരു പോസിറ്റീവ് വൈബ് കണ്ടിന്യൂ ചെയ്യുക. കാരണം അത് സമൂഹത്തിന് ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു മാതൃക, ഒരു അടയാളപ്പെടുത്തൽ നടത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് ജീവിതത്തിൽ അത്താണിയാകാൻ ഇനിയും സാധിക്കട്ടെ. ഒരുപാട് കുടുംബങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്താൻ സഹായിക്കട്ടെ. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് എത്താൻ ഈ സ്ഥാപനത്തിന് അവർക്ക് അതിനുള്ളൊരു ഇടമായി മാറട്ടെ എന്ന് വളരെ വളരെ മനസ്സിൽ തൊട്ട് തന്നെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇതുവരേക്കുള്ള പദവികളിൽ നിന്നൊക്കെ മുകളിൽ ഒരുപാട് ഉയരങ്ങളിൽ പുതിയ പുതിയ സ്ഥാനങ്ങൾ വഹിക്കാനും കഴിയട്ടെ. പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം, ഒപ്പം ചേരണം. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം, പങ്കെടുത്തതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ പോസിറ്റീവായ കുറച്ച് നിമിഷങ്ങളായിരുന്നു കടന്നു പോയത്. എനിക്ക് പേഴ്സണലി അറിയാവുന്നുള്ള ഒരു സ്ഥാപനം കൂടിയാണ് മാതാ കോളേജ്. അപ്പോൾ അവിടെ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരുപാട് തലങ്ങളിൽ എത്തുന്നത് നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരാൾ കൂടിയാണ്. എന്തായാലും മാതാ കോളേജ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം മാത്രമല്ല, മറിച്ചൊരു മനുഷ്യനായി കൂടിയാണ് അവിടെ നിന്ന് ഓരോ കുട്ടിയും പഠിച്ചിറങ്ങുന്നത്. കാരണം നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, അത് മാഡം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുമോ അതിനോടൊപ്പം തന്നെ ആ കുട്ടികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും എന്നല്ല മിക്കപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യനോട് എങ്ങനെ ഇടപെടണം, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ നിറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ കൂടെ അവിടെ പാരലായിട്ട് പോവുകയാണ്. അതിനോടൊപ്പമാണ് അവരുടെ എഡ്യൂക്കേഷൻ ലെവലിൽ അവർ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും അഡ്മിഷൻ്റെ സമയമാണെന്ന് നേരത്തെ പറഞ്ഞു. അഡ്മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ നമുക്ക് സ്ക്രീനിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ്. എന്തായാലും മറ്റൊരു പ്രമുഖ വ്യക്തിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ക്യാമറമാൻ ഷൈനിനൊപ്പം വിടവാങ്ങുകയാണ് ലാലഴകം. നന്ദി, നല്ല നമസ്കാരം.